നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുബായിൽ വിഷവാതകം ശ്വസിച്ച പ്രവാസി വനിതകൾക്ക് ദാരുണ അന്ത്യം എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബർദുബായിലെ ഒരു വില്ലയിൽ വീട്ടുജോലിക്കാരികളാണ് ഇത്തരത്തിൽ മരിച്ചത്. കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് മരണത്തിന് കാരണമായതെന്നാണ് പ്രാദേശികമായ മാധ്യമങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നത്. ജോലികൾ തീർത്ത് കിടന്നുറങ്ങിയ ഇവർ രാവിലെയായിട്ടും എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് വീട്ടുടമസ്ഥൻ ഇവരുടെ മുറി പരിശോധിച്ചപ്പോഴാണ് രണ്ടുപേരെയും ബോധരഹിതരായ നിലയിൽ കണ്ടെത്തിയത്. അങ്ങനെയാണ് വിഷവാതകം ശ്വസിച്ച് ഏഷ്യക്കാരിയായ രണ്ട് സ്ത്രീകൾ ദുബായിൽ മരിച്ചു എന്ന് ഇവർക്ക് മനസ്സിലായത്. ബർദുബായിലെ ഒരു താമസ വില്ലയിലാണ് ഈ സംഭവം നടന്നത്. ഈ വീട്ടിലെ ജനലുകളും വാതിലുകളും പൂർണ്ണമായും അടച്ചിരുന്നു. മുറിയിൽ വായുസഞ്ചാരം തീരെ ഉണ്ടായിരുന്നില്ല. കൂടാതെ മുറിയിലേക്ക് പുറത്തു നിന്നുള്ള ശബ്ദങ്ങൾ അകത്തേക്ക് കയറാതിരിക്കാനായി സൗണ്ട് ഇൻസുലേറ്ററുകളും ഘടിപ്പിച്ചിരുന്നു. അപകടകരമായ അളവിൽ മുറിക്കുള്ളിൽ തങ്ങി നിന്ന വാതകം ഉള്ളിൽ ചെന്ന് ഉറക്കത്തിൽ ശ്വാസതടസ്സം നേരിട്ടായിരുന്നു ഇവർ മരിച്ചത്. രാവിലെ വീട്ടുജോലിക്കാർ എഴുന്നേൽക്കാത്തത് ശ്രദ്ധയിൽപ്പെട്ട വീട്ടുടമസ്ഥനാണ് ഇരുവരെയും ഇത്തരത്തിൽ ബോധരഹിതമായ നിലയിൽ കണ്ടെത്തിയത്. ഉടനെ ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കുകയും ചെയ്തു. എന്നാൽ ആംബുലൻസും പാരാമെഡിക്കൽ സംഘവും എത്തുന്നതിന് മുമ്പ് തന്നെ ഇവർ മരണപ്പെട്ടിരുന്നു. ശൈത്യകാലത്ത് ഇത്തരം അപകടങ്ങൾ ഇവിടെ കൂടുതലായി കാണാറുണ്ടെന്ന് കേണൽ അഹമ്മദ് അൽ മർറി പറയുകയും ചെയ്തു. 2019 ഇത്തരത്തിൽ 6 മരണങ്ങളാണ് UAE റിപ്പോർട്ട് ചെയ്തത്. ഈ വർഷം ഇത് ആദ്യ സംഭവമായാണ് കണക്കാക്കുന്നത്. കാർബൺ മോണോക്സൈഡ് ശ്വാസകോശത്തിൽ നിറഞ്ഞാൽ വേദന അറിയാതെ അബോധാവസ്ഥയിലേക്ക് നീങ്ങുമെന്നും തുടർന്ന് മരണം സംഭവിക്കുമെന്നുമാണ് അധികൃതർ വിശദമാക്കിയത്. ശൈത്യകാലത്ത് തീക്കണൽ ഉപയോഗിക്കുന്നവർ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ദുബായ് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടുപേരെയും ബോധരഹിതരായ നിലയിൽ കണ്ടെത്തിയ ഉടൻ തന്നെ ആംബുലൻസിൽ വിളിക്കുകയും ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ തങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചിരുന്നതായാണ് പാരാമെഡിക്കൽ ജീവനക്കാർ അറിയിച്ചിരിക്കുന്നത്. മരണപ്പെട്ടവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. മുറിക്കുള്ളിൽ തണുപ്പ് നിയന്ത്രിക്കാനായി ചാർക്കോൾ കത്തിച്ച് തീ ഉണ്ടാക്കിയിരുന്നു. ഇതിൽ നിന്നുണ്ടായ കാർബൺ മോണോക്സൈഡ് തന്നെയാണ് മുറിക്കുള്ളിൽ തങ്ങി നിന്നതും ഇത് തന്നെയാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ തെളിയുന്നത്. പുറമേ നിന്നുള്ള ശബ്ദം പോലും അകത്തേക്ക് കടക്കാതിരിക്കുവാൻ സൗണ്ട് ഇൻസുലേറ്റർ ഘടിപ്പിച്ചിരുന്നു. മാത്രമല്ല മുറി പൂർണ്ണമായും പൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള വായുസഞ്ചാരവും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ 6 മരണങ്ങളാണ് UAE റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇനി യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശക്തമായ മുൻകരുതലുകളും അപകട സൂചനകളുമാണ് UAE ഗവൺമെന്റും UAE പോലീസും ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മുൻ വർഷങ്ങളുണ്ടായ മരണങ്ങൾ കണക്കിലെടുത്ത് ഇനിയുള്ള നാളുകളിൽ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും യാതൊരു വിധത്തിലുള്ള അപകടങ്ങൾ വരുത്തിവെക്കുവാൻ തുനിയരുതെന്നും പോലീസും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.